ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബിഗ് ബോസ് സീസൺ 3 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആയിരുന്നു, അതായത് സജ്ന ഫിറോസ് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിഗ് ബോസ് സീസൺ 3-നകത്ത്. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ പിന്നെ പുറത്താക്കണം ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ അങ്ങനെ പോട്ടെ. പക്ഷെ ഇപ്പൊ നമ്മുടെ സജ്നയും ഫിറോസും തമ്മിൽ ഡിവോഴ്സ് ആയവർ. അപ്പൊ ആ ഒരു ഇൻസിഡന്റിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഭാഗമായിട്ട് വെറൈറ്റി മീഡിയനകത്താണ് നമ്മുടെ സജ്നയുടെ ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ വന്നത്. സജ്നയുടെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞിട്ട് അതിനുശേഷം ഭയങ്കര വിഷയമൊക്കെ, പിന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയ എല്ലാം അത് ചർച്ച ചെയ്തിട്ടുണ്ടായി ആ ഒരു വിഷയം, അതായത് ഇവരുടെ ഡിവോഴ്സിന്റെ ആ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിറോസും അത് കഴിഞ്ഞിട്ട് കുറെ ഇന്റർവ്യൂ കൊടുത്ത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഫിറോസ് വെറൈറ്റി മീഡിയനകത്ത് വന്ന് ഒരു ഇന്റർവ്യൂ കൊടുക്കണതാണ്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിന്റെ തംബ്നെയിൽ ഇങ്ങനെയാണ് കൊടുത്തേച്ചത്: എന്നോട് ചോദിച്ചത് ഇരിക്കട്ടെ, ഇനി മേലാൽ ആരോടും ചോദിക്കരുത് എന്ന് പറഞ്ഞ് ഫിറോസ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ കൈ ചൂണ്ടിയിരിക്കണ പോലത്തെ ഒരു തംബ്നെയിലാണ് കൊടുത്തേക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പൊന്നു ഇതെന്താ സംഭവം, ഇനി ചിലപ്പോ ഈ ഒരു ആങ്കർ അന്നേ എനിക്ക് ആങ്കറിനെ തീരെ പിടിക്കാത്തൊരു ആങ്കർ ആയിരുന്നു. അന്നേ സജിനോട് കുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടിരുന്നതും മറ്റേ എങ്ങുമില്ലാത്ത ഷിയാസ് കരീമിനെ ഇങ്ങോട്ട് വലിച്ചിട്ടതും ഒക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ ആങ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എനിക്ക് ആ ആങ്കറിന്റെ ആ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ചോദ്യങ്ങളായിരുന്നു ആ സജിനായിട്ടുള്ള ഇന്റർവ്യൂവിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതേപോലെ വല്ല ചോദ്യം ഈ ആങ്കർ ചോദിച്ചിട്ടുണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവര് അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാകും. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം എന്താണ് ഈ ഒരു സംഭവം എന്ന് അറിയാനായിട്ട്. ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയില്ല. ഒന്നാമത്തെ കാര്യം, അത്ര വലിയ കുറ്റങ്ങളല്ല ഞങ്ങളുടെ ലൈഫിൽ നടന്നത്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു വലിയ കോംപ്ലിക്കേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അത് ബുദ്ധിപൂർവ്വം എടുത്ത ഒരു തീരുമാനമാണ്. എന്തായാലും ഒന്നിച്ച് വളരെ സ്നേഹമായി പോകുമ്പോൾ എന്തായാലും ഡിവോഴ്സ് ആവില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തികച്ചും പേഴ്സണലായിട്ട് ഉണ്ടാകുമ്പോഴാണല്ലോ അത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ വലിയ രീതിയിലേക്ക് പോകുന്നതിന് മുന്നേ ആ സ്നേഹം എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെടുത്തൊരു നല്ല തീരുമാനമായിട്ടാണ്, മ്യൂച്വലി എടുത്ത തീരുമാനമാണ്, രണ്ടുപേർക്കും എടുത്ത തീരുമാനമാണ്. സോ ഞങ്ങൾ രണ്ടും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇനി എത്ര നമ്മൾ ഡിവോഴ്സ് ആയാലും നമ്മുടെ കൂടെ ഉണ്ടായതെന്നുള്ളതിലുപരി എൻ്റെ ബ്ലഡിലൊരു കുഞ്ഞുള്ള ആ കുഞ്ഞിൻ്റെ ഉമ്മയല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അത് നമ്മൾ എത്ര ഡിവോഴ്സ് ആയാലും ആ ഒരു ബഹുമാനം കൊടുക്കണമല്ലോ. ഫിറോസ് പറഞ്ഞത് ഒരു കറക്റ്റ് കാര്യമാട്ടോ. കാര്യം അതായത് ഇപ്പൊ അവര് തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും വിഷയം ഇല്ലാണ്ട് അവർ ഡിവോഴ്സ് ആവൂല. അതാണ് പുള്ളി പറയുന്ന ആ ഒരു കാര്യം. അതേപോലെ തന്നെ അവർ തമ്മിൽ നല്ല ഇഷ്ടത്തിലാർന്ന് മുന്നോട്ട് പോയത്, അതിനുശേഷം അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഒരു പിരിയുന്നു. പുള്ളി അങ്ങനെ ഡീസൻ്റ് ആയിട്ട് ആ കാര്യം എന്താണ് ക്ലിയർ കട്ടായിട്ടുള്ള കാര്യം എന്നാൽ ഇപ്പൊ അപ്പുറത്തുള്ള സജിനേനെ മോശമായിട്ട് പറയാതെ പുള്ളി കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന, അതായത് ഈ ഒരു വിഷയം സംസാരിച്ചിട്ട് പോയിക്കൊണ്ടിരുന്ന ഇന്റർവ്യൂ ലാസ്റ്റ് ആയപ്പോഴത്തേക്കുമാണ് ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ മൊത്തം ഒരു സംഭവം ഉണ്ടാവാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ആങ്കറിന്റെ ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ആ ഒരു ചോദ്യം ഒന്ന് കേട്ടു നോക്കാം. ശരിക്കും സജിന ഇന്റർവ്യൂ തന്നതിന് ശേഷമാണോ ഇക്കയുടെ ഫാമിലിയാണ് ലോകം അറിയാൻ തുടങ്ങിയത്? എല്ലാവരും, ഞങ്ങൾ രണ്ടും ഒഴിച്ച് ബാക്കി എല്ലാവരും. നീയാണ് അതിൻ്റെ ഉത്തരവാദി. നീ എൻ്റെ കൂടെ കുറേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അതിനകത്ത് കുത്തിക്കയറ്റി എവിടെ കിടന്ന് ഒരുത്തരെ പിടിച്ച് അതിനകത്ത് കൊണ്ടിട്ട് ക്ലിയർ ചെയ്തു. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കിയത് നീ ഒരുത്തനാണ്. അത് എനിക്ക് ആ ഒരു അതായത് ഇപ്പൊ സജ്നയുടെ ആ ഒരു ഇന്റർവ്യൂ, അതായത് ഈ ആങ്കർ ആയിട്ടുള്ള മുമ്പത്തെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ഈ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഓരോ ചോദ്യങ്ങളും, അതായത് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് പുള്ളി ഒരുപാട് കടന്ന് ഇങ്ങനെ പരിശ്രമിക്കണ പോലെ, അതായത് എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് എന്നുള്ള രീതിക്ക് പുള്ളി ഒരുപാട് പരിശ്രമിക്കണ പോലെ എനിക്ക് തോന്നിയേച്ചു. അതിനർത്ഥം പുള്ളി ഒരു മോശം ആങ്കർ ആണെന്നോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയണത്. പക്ഷെ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിയുടെ ആ ഒരു അവതരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഫിറോസ് പറയുന്നത്, അതിനോട് ഞാൻ യോജിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുണ്ട് നോക്കാം. ബിഗ് ബോസിൽ കണ്ടൊരു ഫിറോസ് ഉണ്ട്, ഒരു ചൊറിയൻ ഫിറോസ്. ശരിക്കും മലയാളികളുടെ മുന്നിൽ അല്ലെ റിയൽ ലൈഫിൽ ഫിറോസ് ഒരു ചൊറിയനാണോ? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിന്നെ എന്തെങ്കിലും ചൊറിഞ്ഞോ? എൻ്റെ ചോദ്യം അതാണ്. ഇത്രയും നേരം നീ എൻ്റെ അടുത്ത് ചൊറിയുന്ന രീതി ചോദിച്ചിട്ട് പോലും ഞാൻ നിന്നെ ചൊറിഞ്ഞിട്ടില്ല. മനസ്സിലായി? കാരണം നമുക്കറിയാം ഒരു വേദിയിൽ വരുമ്പോൾ എങ്ങനെ പെരുമാറേണ്ടതാണ്. പക്ഷെ നീ അത് പലപ്പോഴും ലംഘിക്കുന്നുണ്ട്. ഞാൻ ലംഘിക്കുമല്ല. അല്ലല്ല, ഞാൻ അത് പറയാൻ, ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ ചൊറിയനായിരുന്നു. അതെല്ലാം മലയാളികൾക്കും അറിയാം. അതെങ്ങനെ ചൊറിയനാണെന്നുള്ളത്, നീ എന്തിൻ്റെ അർത്ഥത്തിലാണ് ചൊറിയൻ? ഞാൻ ഉത്തരം തരാം. പറയൂ. ബിഗ് ബോസിൽ ഫിറോസ് എന്ന് പറയുന്നത് ഒരുത്തൻ വെറുതെ ഇരുന്നാൽ പോലും അവനെ കയറി അങ്ങ് ചൊറിയും. അത് കണ്ടന്റായിട്ട് പുറത്തു വന്നു.
ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ കണ്ടന്റായിട്ട് പുറത്തു വന്നോ ഇല്ലയോ നമുക്കറിയണ്ട. നമ്മളെന്ന് പറയുന്നത് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ചൊറിയനാണോ അല്ലയോ റിയൽ ലൈഫിലാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണ്. അത് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ എന്താ വേണ്ടത് അതിന് ആവശ്യമായ സാധനം ഞാൻ കൊടുത്തു. ഇവിടെ വന്നിട്ട് ഇത്ര നേരമായിട്ട് നിന്റെ അടുത്ത് ചൊറിഞ്ഞോ എന്തെങ്കിലും നീ. പക്ഷേ ഇപ്പൊ നമ്മുടെ ആങ്കർ ആ ഒരു ചോദിച്ച ചോദ്യം, അതായത് ഇപ്പൊ ഫിറോസിനോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ റിയൽ ലൈഫിൽ ഒരു ചൊറിയനാണോ? ബിഗ് ബോസിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് വെറുതെ എവിടെയെങ്കിലും ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ അയാളെയും പോയിട്ട് ഫിറോസ് അങ്ങോട്ട് ചൊറിഞ്ഞിട്ട് അതായത് വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രകൃതിയാണ് നമ്മുടെ ഫിറോസിന് ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നത്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. കാര്യം അതായിരുന്നു ഫിറോസ് അവിടെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് നല്ലൊരു കാര്യമാണ്. കാര്യം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യണം. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, തിന്നു പിടിച്ച് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങോട്ട് പോകുന്നത്. അവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഫിറോസ് അപ്പം അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടേതായ വഴിക്ക് ഈ പരിപാടികളൊക്കെ പുള്ളി ചെയ്തേച്ച്. അപ്പോൾ ആ ഒരു ചോദ്യമാണ് ആങ്കറോട് ചോദിക്കുന്നത്. ആങ്കർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിലും നിങ്ങളൊരു ചൊറിയനാണോ എന്നുള്ള രീതിക്കാണ് ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ചോദ്യം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഭയങ്കര എന്തെങ്കിലും പ്രശ്നമുണ്ട രീതിക്കുള്ള ഒരു ചോദ്യം എനിക്ക് തോന്നിയില്ല. പക്ഷേ ചിലപ്പോൾ ഫിറോസിന് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടാവാം. അതായത് ഞാൻ ബിഗ് ബോസിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഒരു ചൊറിയനായിട്ട് ഉള്ളൊരു ക്യാരക്ടറായിട്ട് മാറി ഇത്രയൊക്കെ ചെയ്ത് കേട്ട് ഞാൻ റിയൽ ലൈഫിലും ചൊറിയനാണോ എന്ന് ഇവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുള്ള രീതിക്കുള്ള ഒരു ചിലപ്പോൾ ഫിറോസിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ തോന്നിയിട്ടായിരിക്കാം ഫിറോസ് പിന്നെ അത് കഴിഞ്ഞിട്ട് റൈസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ കണ്ടുനോക്കാം. മനസ്സിലായി? അല്ല, ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തതേ ഇത്രയും ഇതെന്നല്ല ഒന്നും മനസ്സിലാകത്തില്ല. നിനക്ക് ഇതെന്നല്ല ഒരു വകയും മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുക. അല്ല, അങ്ങനെ മനസ്സിലാകത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കത്തില്ല. അങ്ങനെ മനസ്സിലാകാത്തത് കൊണ്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് നീ ഈ ചോദ്യം ചോദിച്ചത്. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്ക് അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റുമല്ലോ. ഇന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഫിറോസ് നാളെ പുറത്തിറങ്ങുമ്പോൾ ഷോ കളിക്കാൻ ഇറങ്ങുന്നവനാന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പണ്ടേ ഷോ കളിക്കാനാ. ഞാൻ എൻ്റെ ജീവിതം തന്നെ ഷോ കളിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ വന്നൊരു ഷോ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിൻ്റെ മുമ്പിൽ എനിക്ക് വരേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് മാന്യമായിട്ട് നീ ചോദിച്ച എത്രയോ ചെറിയ ചോദ്യങ്ങൾക്ക് എത്ര മാന്യമായിട്ട് ഞാൻ ഉത്തരങ്ങൾ തന്നെ. പക്ഷെ നീ വളരെ എന്താണ്, ഒരാൾ വരുമ്പോൾ അയാൾ ഒന്നാമത് നിങ്ങൾ വിളിച്ചിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ജോലിയാണ്. നിന്റെ ജോലി ഒരാളെ തെറി വിളിക്കുന്ന നിന്റെ ജോലി. ഞാൻ തെറി വിളിച്ചിട്ടില്ല. എന്റെ ഒരു ഇന്റർവ്യൂ നോക്കിയാൽ ഒരിക്കലും തെറി വിളിക്കുന്ന മാത്രമല്ല, ഒരാളെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളെ ചോദിക്കാവൂ. ഇല്ലാതെ ഒരു കാര്യമില്ലാതെ ഒരു ഊഹാവ് അവിടെ പറഞ്ഞു പോകുന്നതിനെ വിളിച്ചിരുത്തിയിട്ട് അതാണ് ഒരു നീ അങ്ങനെയാണോ ഒരു ചാനൽ റേറ്റിംഗ് ഉണ്ട്? ഫിറോസ് ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കണമുണ്ട്, എന്നാൽ യോജിക്കണമില്ല എന്നുള്ളൊരു രീതിക്കാണ് നിൽക്കണത്. ആരെയും ഫിറോസ് അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തെറി വിളിച്ചു എന്നുള്ളൊരു കാര്യം പറയണ്ട. ഈ ആങ്കർ അങ്ങനെ ആങ്കർ തെറി വിളിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഫിറോസ് അതിനെ മാറ്റി പറിക്കുന്നുണ്ട്. അതായത് തെറി വിളിക്കണത് മാത്രമല്ല വിഷയം, അതായത് നീ എങ്ങോ പോയവനെയൊക്കെ പിടിച്ചെന്നൊക്കെ ഉള്ള രീതിക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആങ്കർ ആ ഒരു ഇതിനകത്ത് ആങ്കർ ഒന്ന് പ്രൊവോക്കായി. അതായത് ഫിറോസ് പറഞ്ഞ് നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആങ്കർ പെട്ടെന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ ഞാൻ നിങ്ങൾ ഷോ ആട്ടണ ഉള്ള രീതിക്കുള്ള ഇത് ആങ്കറും പറഞ്ഞു. ആങ്കർ പറഞ്ഞപ്പോഴത്തേക്ക് അത് ആങ്കറും ഒന്ന് പയ്യെ ഒന്ന് പ്രൊവോക്കായി. അപ്പൊ ഫിറോസും അത്യാവശ്യം പ്രൊവോക്കായി. അങ്ങനത്തെ ഒരു രീതിക്കാണ് ഇപ്പൊ ഈ ഒരു ഇതിന്റെ നിപ്പ്. നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ ഫിറോസ് ഒരിക്കലും നീ അങ്ങനെ ഒരു ചാനൽ റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായി? നീ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചായിരിക്കട്ടെ, ഇനി മേലെ ഒരുത്തിന്റെ അടുത്ത് ചോദിക്കരുത്. എന്റെ വേറെ സ്വഭാവം നീ കാണാൻ. എത്ര വേറെ സ്വഭാവമാണേലും ഞാൻ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. അങ്ങനെ നീ ഒന്ന് കൊണ്ടുപോകും. നീ ഒന്ന് കൊണ്ടുപോകും. നീ കൊണ്ടുപോ. നീ എന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണമല്ലേ. നീ ഇത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോകും. നമുക്കൊരു ഒരു കാര്യങ്ങളിൽ ഓരോ റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇന്നൊന്നിനെ തുടങ്ങിയ പരിപാടിയല്ലേ ഇത്, വർഷങ്ങളായി. അപ്പോൾ ഒരാളടുത്ത് ചോദിക്കുമ്പം അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണോ ആ രീതിയിൽ ചോദ്യങ്ങൾ. ഒരിക്കലും നിന്റെ ബുദ്ധി എന്തിനാ ഉത്തരം പറയുന്നത്? ആ ഉത്തരം നിനക്ക് മനസ്സിലായതുകൊണ്ടടുത്ത് പറഞ്ഞാൽ അതിൽ ഒരു ചോദ്യകർത്താവ് എന്ന് പറഞ്ഞാൽ വരുന്ന ആളുടെ എന്ത് ചോദ്യങ്ങൾ ചോദിക്കാം, അയാളുടെ മാനസികാവസ്ഥ എന്താണ്, എന്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും, ഇതൊക്കെ ആദ്യം നീ ഒരു ബോധം ഉണ്ടാവണം, വരുന്നവർക്ക് ഒരു ബോധം ഉണ്ടാവണം. അപ്പൊ ഫിറോസ് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്ന ഏറെക്കുറെ എനിക്ക് കറക്റ്റാണ് പുള്ളി പറയുന്ന കാര്യങ്ങൾ. കാര്യം ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒരുമാതിരി റേറ്റിംഗ് കൂട്ടാനായിട്ടുള്ളൊരു ഇത് ആ ആങ്കറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ആ ആങ്കറിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ആങ്കറിന്റെ ഭാഗത്തുനിന്നും ആ ഒരു പരിപാടി തന്നെ ഉണ്ടാവണത്. അപ്പൊ ആ ഒരു ഇതിനെതിരെയാണ് ഫിറോസ് ഇവിടെ പറയണത്. അപ്പൊ ഫിറോസ് പറയണതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ ഇത്ര ഇറങ്ങിപ്പോകേണ്ട രീതിക്കുള്ള ഒരു കാര്യമൊന്നുമില്ല. ചിലപ്പോൾ പുള്ളിക്ക് അത്ര ദേഷ്യം വന്നിട്ടുണ്ടാവാം എന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് ബാക്കിയുണ്ടോ അവിടെ 2 മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. നീ പറഞ്ഞിട്ടിരിക്കല്ല. അല്ല, ഫിറോസിക്കായിരുന്നു ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഫിറോസിക്ക പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തതാണ്. അങ്ങനെയുള്ളവർ എന്റെ മുന്നിൽ വന്നിരുന്നാൽ മതിയെന്നേ, എനിക്ക് നിർബന്ധമില്ല. അതുകൊണ്ടല്ലേ ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. നീ ഒരു ഇത്തിരിയെങ്കിലും മാന്യത ഉണ്ടാകുന്ന വിചാരിച്ചാൽ. നീ എന്നെ വിളിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇക്ക അങ്ങനല്ല, ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. നീ പിന്നെയും ഈ ചൊറിഞ്ഞു. ഞാൻ കുറേയൊക്കെ ഞാൻ ക്ഷമിച്ചു. ഈ ക്ഷമിക്കുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട് മോനെ.
ഈ നീ ശരി അവതാരകനൊക്കെ തന്നെയാണ്, നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കുക, എല്ലാം ഉണ്ടാക്കുക. പക്ഷേ അത് മറ്റേ ഒരുമാതിരി ചോദ്യങ്ങൾ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അത് ഒരുമാതിരി എല്ലാവരും അങ്ങനെ ഇരുന്ന് തരണമെന്നില്ല. ഇവിടെ വരുന്ന പലരും അങ്ങനെ ഇരുന്ന് തരുമായിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് നടക്കത്തില്ല. അങ്ങനെയാണ് എനിക്ക് പറ്റത്തില്ല. ഞാൻ ഓപ്പണായിട്ട് പറയട്ടെ, ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നു. അങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് തുടരാനും താല്പര്യമില്ല. വെരി ഗുഡ്, എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇല്ലല്ല, താല്പര്യമില്ല, എനിക്ക് നിന്റെ കൂടെ തുടരാൻ ഒരു താല്പര്യമില്ല. എനിക്കിത് ഇവിടുന്ന് ഇറക്കി വിട്ടാൽ എനിക്ക് ജീവിക്കാൻ അറിയാം. അങ്ങനെ പോയി ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. മിക്കവാറും നിന്നെ ഇവിടുന്ന് ഇറക്കി വിടും, നീ പോയി അങ്ങനെ ജീവിക്കുന്ന തന്നെ ഏറ്റവും നല്ലത്. നീ ഇതെടുത്ത് കളയാൻ നിൽക്കരുത്, അതിനെ പിന്നെ നീ കാശ് കൊടുത്തിട്ട് വരും കേട്ടോ. ഇതൊക്കെയാണ് നമ്മളൊരു പ്രാങ്ക് ഷോ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെയാണ് പ്രാങ്ക്. പക്ഷെ എൻ്റെ പൊന്നു, ഞാൻ ശരിക്കും ഈ വീഡിയോ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു പോയി, ചിലപ്പോൾ ഈ പുള്ളി ശരിക്കും ഇറങ്ങിപ്പോയതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പോയി. കാര്യം അത്രയും സീരിയസ് ആയിട്ടാണ് പുള്ളി സംസാരിച്ചത്. പിന്നെ ഫിറോസിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം, അതായത് എങ്ങനെയാണ് പുള്ളി ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും പുള്ളി എല്ലാവരെയും മുഖത്ത് നോക്കി കാര്യം പറയും. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി എഴുന്നേറ്റ് പോയതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ലാസ്റ്റ് പുള്ളി അത് പ്രാങ്കാന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ല, എനിക്കെന്തോ ഒരു ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു വീഡിയോ കണ്ടപ്പോൾ. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഇങ്ങനത്തെ പ്രാങ്കുകളൊക്കെയാണ് ശരിക്കും വരേണ്ടത്. അല്ലാണ്ട് ഈ ഒരുപാട് നമ്മളിപ്പോൾ നമ്മൾ അന്ന് കണ്ടില്ലേ നമ്മുടെ ബഷീർ ഭാഷയുടെ ഗോസ്റ്റ് പ്രാങ്ക്, അതേപോലത്തേക്ക് ഒരുമാതിരി മനുഷ്യൻ്റെ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലത്തെ രീതിക്കുള്ള പ്രാങ്കൊന്നും അല്ല കാട്ടണ്ട. അല്ലാണ്ട് ഇതേപോലെയുള്ള ഇത് ഇപ്പോൾ ആങ്കറിന് ഒരു സമയത്ത് ഒരു ഫീൽ ഉണ്ടായില്ലേ, അതായത് പുള്ളി ജോലി വിട്ടിട്ട് ഇറങ്ങി പോകണത്തെ ഒരു ഫീൽ ഉണ്ടായില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് അതൊരു ഹാപ്പി മൂവ്മെന്റ് ആക്കി മാറ്റുന്നത് ഒരു പ്രത്യേക രസമാണ് ഇങ്ങനത്തെ പ്രാങ്കുകൾ കാണുന്നത്. അതുകൊണ്ട് ഈ പുള്ളി ഇതിനകത്തൊന്നും പ്രാങ്ക് കേട്ടൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. അതായത് ഈ ഫിറോസിന്റെ ഈ ഒരു സാധാരണ നമ്മൾ ഫിറോസിനെ അറിയാം, ഡേഞ്ചറസ് ഫിറോസ് പുള്ളി പ്രാങ്കിന്റെ ആളാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇത് സജിന ഫിറോസ് ഡിവോഴ്സിന്റെ ആ ഒരു സിറ്റുവേഷനകത്തുള്ള ഇന്റർവ്യൂ ആണ്. അതിനകത്ത് പുള്ളിയുടെ പ്രാങ്ക് ഇടുമെന്ന് സമ്മതിക്കണോട്ടാ പുള്ളീനെ. ശരിക്കും ഡേഞ്ചറസ് ഫിറോസ് അടിപൊളിയാ. പുള്ളിയുടെ ഈ ലെവലിൽ പ്രാങ്കുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് പുള്ളി കണ്ടിന്യൂ ചെയ്യണം. പുള്ളി ഇപ്പോൾ പറയേണ്ടത് പ്രാങ്കുകൾ നിർത്തി എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പുള്ളി നിർത്താൻ പാടില്ലെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് ഇനി സജ്ന ഫിറോസിന്റെ കേസ് പറയുകയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവർ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അവരുടെ പാടിന് വിടാം. കാര്യം അവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല എന്ന് തോന്നിയോണ്ടാണല്ലോ അവർ ഡിവോഴ്സ് ആയത്. ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സ് ഒരു നല്ല കാര്യമൊന്നും തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത് എപ്പോഴും പറയണത്. കാര്യം ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിരിയാന്നുള്ളതാണ്. അല്ലാണ്ട് കടിച്ച് പിടിച്ച് അവിടെ തൂങ്ങിക്കിടന്ന് ലാസ്റ്റ് ഡിപ്രഷൻ അടിച്ച് ഒരുമാതിരി നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ കുറേ സൂയിസൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഈ കടിച്ച് പിടിച്ച് കിടക്കണതിൻ്റെ എടുക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന്. നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് രണ്ട് ലൈഫായിട്ട് മുന്നോട്ട് പോകാം. അത് എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ ബൈ, സീ യു.